ഹലോ, നാളെ ഇവക്കുട്ടിയുടെ സ്കൂൾ ഓപ്പൺ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇവക്കുട്ടീനെ നേരത്തെ ഉറക്കാനുള്ള പരിപാടിയാണ്. ഇത്ര നേരത്തെ ഒന്നും നമ്മൾ ഫുഡ് കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ 8 മണിയാകുമ്പോൾ ആൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു 10 മണിൻ്റെ ഉള്ളിലെങ്കിലും ഉറക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നഖമൊക്കെ ഒന്ന് വെട്ടാനായിട്ട് ഇരുന്നതാണ് കേട്ടോ. നെയിൽ പോളിഷ് പാടില്ല, അതുപോലെ തന്നെ മൈലാഞ്ചി നഖം ഉണ്ടെങ്കിൽ അത് ശരിക്കും കട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നഖമൊക്കെ ഒന്ന് വെട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോൾഡ് ഇടാൻ പാടില്ല, അപ്പോൾ നമ്മൾ ഗോൾഡൊക്കെ കട്ട് ചെയ്യുകയാണ്. അവളുടെ 2 വയസ്സുണ്ടായിരുന്ന സമയത്തുള്ള വളയാണ് കേട്ടോ കയ്യിൽ കിടക്കുന്നത്. അതൊന്ന് ടൈറ്റ് ആയിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടിയുടെ വളയൊക്കെ അവൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കരയോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഡൗട്ട് കട്ട് ചെയ്യുമ്പോഴേ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വള കട്ട് ചെയ്ത് ആൾ കരയാൻ തുടങ്ങി കേട്ടോ. നല്ല കരച്ചിലായിരുന്നു. അവൾക്ക് ആ വള ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ചതാണ്. സംഭവം ഞങ്ങൾ ഈ വള എടുക്കാനായിട്ട് അവൾക്ക് എടുക്കാനായിട്ട് പോയതല്ല കേട്ടോ. ഏട്ടൻ്റെ കല്യാണത്തിന് അവന് കൊടുക്കാനായിട്ട് ഗോൾഡ് എടുക്കാൻ പോയതാണ്. അപ്പോൾ ഈ വള കണ്ട് ഇഷ്ടമായിട്ട് ആൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ച് വാങ്ങിച്ച വളയാണ് കേട്ടോ. അത് പൊട്ടിയപ്പോൾ അവൾക്ക് സങ്കടമായി. ഏട്ടൻ നൈസായിട്ട് പെട്ടുപോയി. കാരണം ആൾ കരച്ചിൽ നിർത്തണമൊന്നുമില്ല. പിന്നെ ഏട്ടൻ പുതിയ വള വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ പ്രോമിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് പറ്റില്ല, അവൾക്ക് ഈ വള തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മറ്റേ കയ്യിലെ വളയൊക്കെ ഊരിയെടുക്കാൻ പറ്റുന്നതാണ്ടോ. അപ്പോൾ ബാക്കിയൊക്കെ ഞാനാണ് ഊരിയെടുത്തത്. ഏട്ടൻ മനസ്സിലായി ഇനി ഇവിടെ അധികം ഇരുന്നാൽ ശരിയാവില്ല എന്നുള്ളത്. ഏട്ടൻ സ്ഥലം വിട്ടിട്ടോ, നീ തന്നെ ഒരുക്കുമെന്ന് പറഞ്ഞ് പിന്നെ വളയും മാലയും ഒക്കെ ഓരോരുത്തരും വാങ്ങിക്കൊടുത്തിട്ടുള്ളതൊക്കെയാണ് കേട്ടോ. ചിലതൊക്കെ അവൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ടും അങ്ങനെയൊക്കെ അമ്മമ്മയും അച്ഛനും അങ്ങനെയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ അതൊന്നും ഊരാനായിട്ട് ആൾക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പോൾ കുട്ടിക്ക് പൊതുവേ കുറച്ച് അണിഞ്ഞൊരുങ്ങി നടക്കാനായിട്ടാണ് കേട്ടോ ഇഷ്ടം. അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് യൂസ് ചെയ്യാനായിട്ടൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെയിൽ പോളിഷ് ഇടുക, മേക്കപ്പ് ചെയ്യുക, അതൊക്കെയാണ് അവളുടെ മെയിനായിട്ടുള്ള ഹോബികൾ. ഇതൊന്നും ഇപ്പോൾ നടക്കില്ല കേട്ടോ. പിന്നെ ആൾക്ക് എല്ലാ വളയും മാലയൊക്കെ ഊരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടമാവുമെന്ന് അറിയുന്ന കാരണം സിൽവറിൻ്റെ ഒരു മാല അമ്മ വരുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരു സിൽവറിൻ്റെ പാദസരമുണ്ട്. അപ്പോൾ അത് രണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കയ്യിൽ വളയൊന്നും ഇടാനായിട്ട് പാടില്ല. പിന്നെ കാജൽ അങ്ങനത്തെ സംഭവങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. മേക്കപ്പ് ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇവക്കുട്ടിക്ക് ഉറങ്ങാനുള്ള സമയമായി. ഇവക്കുട്ടീനെ ഉറക്കി കേട്ടോ. ഇനി കുറച്ച് പണികളുണ്ട്. പിന്നെ ഇവക്കുട്ടിയുടെ ബാഗും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ടുണ്ട് കേട്ടോ. ബാഗ്, ബുക്സ് എല്ലാം നമ്മൾ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് തിരിച്ചറിയാവുന്ന രീതിയിൽ വേണം കൊടുത്തയക്കാനായിട്ട്, കുട്ടികളുടെ മാറിപ്പോവാതിരിക്കാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ബുക്സിൻ്റെ കിറ്റ് വാങ്ങിച്ച സമയത്ത് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ തിരിച്ച് സ്കൂളിൽ തന്നെ കൊടുത്തയക്കണം. അവരവിടെയാണ് കേട്ടോ എടുത്ത് വയ്ക്കുക. പിന്നെ കുട്ടിക്ക് ഫുഡ് കഴിക്കുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് 2 നാപ്കിൻ, അതുപോലെ തന്നെ ഒരു പെയർ ഡ്രസ്സും കൂടെ വെക്കണം കേട്ടോ. എന്തെങ്കിലും കാരണത്താൽ മാറ്റേണ്ടി വരികയാണെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് ഒരു പെയർ ഡ്രസ്സ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ബാക്കിയുള്ള സാധനങ്ങൾ, ഈ മാർക്കർ, വൈറ്റ് ബോർഡ്, അതെല്ലാം കൂടെ കവറിലിട്ടിട്ട് ബസ് ഡ്രൈവറുടെ അടുത്ത് അവരെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞേക്കുകയാണ്. ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞങ്ങളും കിടന്നുറങ്ങിയിട്ടോ. ഞാൻ ഇറങ്ങി എണീറ്റിട്ടും ഇവക്കുട്ടി നല്ല ഉറക്കമായിരുന്നു. രാവിലെ എണീറ്റ് പിന്നെ അവൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കേട്ടോ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത്. പാൻ കേക്കാണ്. ആൾക്ക് ഇന്ന് പാൻ കേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാൻ കേക്കാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. എൻ്റെ അടുത്ത് ABCD, പൂച്ച, അതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ ഇത് ഭൂതം പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇവർക്ക് 2 ബ്രേക്കാണ് കേട്ടോ. ഒന്ന് 9 to 9:30, 11 to 11:30 ഉണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് ബ്രേക്കിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിന്നെ രണ്ടാമത്തെ ബ്രേക്ക് ആവുന്ന സമയത്ത് ഫ്രൂട്ട്സ് ആണ് കേട്ടോ കൊടുത്തു വിടേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സായിട്ട് മുന്തിരിയാണ് വെച്ചിട്ടുള്ളത്. എത്ര വിളിച്ചിട്ട് കുട്ടി നീക്കണില്ല കേട്ടോ. അവൾക്ക് എണീക്കാനായിട്ട് നല്ല മടിയാണ്. ഇവിടെ ബസ് വരുന്നതാ. ഇവാ കുളിക്ക് പുറപ്പെടണ്ടേ, സ്കൂളിൽ കിടണ്ടേ. അങ്ങനെ ഒരു വിധം ആളെ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. എണീപ്പിച്ചു, മേലൊക്കെ ഒന്ന് കഴുകിച്ചു കേട്ടോ. ചൂടുവെള്ളത്തിലാണ് മേല് കഴുകിച്ചിട്ടുള്ളത്. എന്നിട്ടും തണുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 6:15 ഉള്ളൂ കേട്ടോ. 6:15 ആകുമ്പോഴാണ് കുട്ടി എണീറ്റിട്ടുള്ളത്. 6:55 ബസ് വരിക. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ റെഡി ആവാണ് കേട്ടോ. ഇത്ര നേരത്തെ എണീറ്റ് ശീലമില്ലാത്ത കാരണം തന്നെ ആൾ ഫുൾ കോട്ടുവായിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. പുറപ്പെടുവിക്കുമ്പോഴൊക്കെ ഇങ്ങനെ നിന്ന് കോട്ടുവായിട്ടോണ്ടിരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ മതി വെച്ചിട്ടാണ് ഇവക്കുട്ടി നിൽക്കുന്നത്. നഴ്സറി പോയ പോലെ കരഞ്ഞുകൊണ്ട് പോകുമെന്ന് അറിയാത്ത കാരണം ഞങ്ങൾക്ക് ഉണ്ടാക്കും നല്ല ടെൻഷൻ കേട്ടോ. കരഞ്ഞ് പൊളിച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ബസ്സിൽ കയറ്റി വിടാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ നഴ്സറിയിലാകുമ്പോൾ നമുക്ക് കൂടെ നിൽക്കാനും പോയി നോക്കാനൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കരഞ്ഞാലും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കുറച്ച് നേരത്തെ കൊണ്ടുവരികയൊക്കെ ചെയ്തത്. അപ്പോൾ അതൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു പേടിയുണ്ട് കരയുമോ എന്നുള്ളത്. കുട്ടി സ്കൂളിൽ പോകണത് കാണണം എന്ന് വിചാരിച്ചിട്ട് വന്ന ആളാണ് കേട്ടോ അമ്മ.
ഏപ്രിൽ 16-നാണ് ശരിക്കും സ്കൂൾ ഓപ്പണിംഗ് നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ഏപ്രിൽ 15-ന് അമ്മയുടെ അമ്മ മരിച്ചിട്ട് 15-ന് അമ്മ നാട്ടിൽ പോയി. അതുകൊണ്ടാണ് അമ്മേനെ ഇപ്പോൾ വീഡിയോയിലൊന്നും കാണാത്തത്. പിന്നെ ഇവിടെ മഴയൊക്കെ ആയ കാരണം സ്കൂൾ ഓപ്പണിംഗ് മാറ്റി വെച്ച് ഏപ്രിൽ 25-നാണ് കേട്ടോ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. ഇവക്കുട്ടിയുടെ മുടി കുറച്ച് ലെങ്ത് ഉള്ള കാരണം 2 ഭാഗത്തായിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇവർക്ക് ഞാനിപ്പോൾ ബ്ലാക്ക് ബണ്ണ് യൂസ് ചെയ്തിട്ടാണ് ഉള്ള ഹെയർ കെട്ടി കൊടുക്കുന്നത്. പക്ഷേ ശരിക്കും ഇവർക്ക് ക്രഞ്ചീസൊക്കെ വേറെ ഉണ്ട്. പക്ഷേ അത് അവരുടെ യൂണിഫോം ഇപ്പോൾ ഇതാണ് ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവർ PE യൂണിഫോമാണ് കേട്ടോ. കറക്റ്റ് അവരുടെ യൂണിഫോം കിട്ടിയിട്ടില്ല. ഈ വർഷം ചേഞ്ച് ആവുന്നത് കൊണ്ട് KG1 കുട്ടികൾക്ക് ഇപ്പോൾ നിലവിലുള്ള യൂണിഫോം വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞ കാരണം PE യൂണിഫോം മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് സോക്സും ഷൂവും വൈറ്റ് കളറാണ് പറഞ്ഞത്. അപ്പോൾ വൈറ്റ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ബാക്കി ഷൂവും യൂണിഫോമും ഒക്കെ വേറെ വാങ്ങിക്കണം. അതുപോലെ തന്നെ ഹെയർ ബാൻഡ്, ക്രഞ്ചീസ് അതൊക്കെ ഇനി പുതിയ യൂണിഫോം വരുമ്പോഴാണ് കേട്ടോ വാങ്ങിക്കേണ്ടത്. റെഡിയാവലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കപ്പ് പാല് കൊടുത്തായിരുന്നു കേട്ടോ. പാല് മാത്രം കുടിച്ചിട്ടാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് ഇത്ര നേരത്തെ അവൾക്ക് കഴിച്ച് ശീലമില്ല കേട്ടോ. പിന്നെ വൊമിറ്റ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടിക്ക് എങ്ങനെ ഫുഡ് കഴിക്കണ്ടേന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ പാത്രം വെച്ചിട്ട് തുറന്നിട്ട് കഴിക്കണം കേട്ടോ. അതുപോലെ ഇതിങ്ങനെ കുത്തി വയ്ക്കുക. ഇങ്ങനെ കഴുത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിരികെ വെച്ച് അല്ല അങ്ങനെ വെച്ചിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ. ഇത് ഉടുപ്പിലാവും. ഇതമ്മ ഈ മദ്രസേൻ്റെ മുന്നൊക്കെ ഉടുപ്പ് വെക്കണം കേട്ടോ. ഈ പാത്രത്തിൽ തുറക്കണം. ഇതിൽ ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡ്രസ്സും വെച്ചിട്ടുണ്ടെന്ന് ഈ കവറുണ്ട് കേട്ടോ. അത് ഞാനും ടീച്ചറോട് ഡ്രസ്സ് വെക്കാൻ വന്നു. ഈ ഡ്രസ്സിന് ചളിയാവും. പിന്നെ ഇവക്കുട്ടിയുടെ ടെമ്പററി ID കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബസ്സിൽ പഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഏട്ടന് ഓഫീസിൽ പോകാനായിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ ഏട്ടൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കൂടെ താഴേക്ക് പോയിട്ട് ഇവക്കുട്ടീനെ ബസ് കയറ്റി കൊടുത്തതിന് ശേഷം ഏട്ടൻ ഓഫീസിൽ പോകും. ബാഗ് ഒന്ന് പുറത്തിടാനായിട്ട് ഇവക്കുട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ബാഗ് അവൾക്ക് പൊന്തണില്ല. പിന്നെ ഞാൻ പിടിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ താഴേക്ക് പോകാൻ കേട്ടോ. ഞങ്ങളുടെ ലിഫ്റ്റൊക്കെ കംപ്ലൈൻ്റ് ആണ്. മഴ പെയ്തിട്ട് പിന്നെ ലിഫ്റ്റൊന്നും ഇതുവരെയും വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് വഴി നടന്ന് പോവുകയാണ്. നമ്മൾ റോട്ടിലെത്തിയപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് വന്നു കേട്ടോ. അപ്പോൾ ബസ് വരുന്നതിന് മുന്നേ ഇവക്കുട്ടിക്ക് നല്ല ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കരയാതെ പോകാനായിട്ട്. ബസ്സിൽ കയറാനുള്ള എക്സൈറ്റ്മെൻറ്റ് കാരണമാണോ എന്താണെന്നറിയില്ല, ആൾ കരഞ്ഞൊന്നുമില്ല കേട്ടോ. അമ്മ ബായ് എന്ന് മാത്രം പറഞ്ഞിട്ട് വേഗം കയറിപ്പോയി. ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. മോത്തിക്കൊന്നും നോക്കണില്ല കേട്ടോ. സ്പീഡിൽ കയറിപ്പോയി. ഇന്ന് ഏട്ടന് ഓഫീസിൽ പോകണം. കുറേ ദിവസമായിട്ടോ ഏട്ടൻ ഓഫീസിൽ പോയിട്ട്. വർക്ക് ഫ്രം ഹോം ആയിരുന്നു. മഴ പെയ്തേ പിന്നെ ആൾ ഓഫീസിൽ പോയിട്ടില്ല കേട്ടോ. പിന്നെ വണ്ടി വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോകാനായിട്ട് അവന് വണ്ടി നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ബ്രിഡ്ജ് കാണുന്നുണ്ടോ? ആ ബ്രിഡ്ജൊക്കെ കയറി ഇറങ്ങി അവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, രമേശ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് നിൽക്കുന്നത്. അവിടെ പോയി നിന്നപ്പോഴേക്കും ഇവക്കുട്ടിയുടെ ബസ് സ്കൂളിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജെംസിൻ്റെ ആപ്ലിക്കേഷനിൽ ജസ്റ്റ് നോക്കിയപ്പോൾ അവളുടെ സ്കൂൾ ബസ് അവിടെ എത്താനായിട്ടുണ്ട്. അതൊക്കെ നോക്കി നമ്മളവിടെ നിന്നപ്പോഴേക്കും ഏട്ട ഫ്രണ്ട് വന്നു കേട്ടോ. അപ്പോൾ ആളങ്ങനെ ഓഫീസിലും പോയി. പിന്നെ ഞാൻ വെറുതെ നടന്നു വന്നതാണ് കേട്ടോ. അവിടെ നിന്ന് ഇതുവരെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വീട്ടിൽ പോയിട്ട് ആവശ്യമൊന്നുമില്ലാത്ത കാരണം ഞാൻ ഏട്ടൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. തിരിച്ച് ഞാൻ വീട്ടിൽ പോവുകയാണ്. ഇനി കുറച്ച് നടത്തായിരുന്നു മാത്രം. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. നടന്ന് ഞാൻ ക്ഷീണിച്ചു. എനിക്ക് വെള്ളം കുടിക്കാനൊക്കെ ദാഹിക്കാൻ തുടങ്ങിയിരിക്കണം കേട്ടോ. ആകെ ടയേർഡായി. രാവിലെ എണീറ്റതാണ്. പിന്നെ ഈ നടത്തം കൂടി ആയപ്പോൾ പറയണ്ട, ഒന്ന് ഇരുന്നാൽ മതി എന്നായിട്ടുണ്ട്. ഇങ്ങനെ റൂമിൽ വന്ന് കയറിയപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥ കേട്ടോ. ഇവക്കുട്ടി ഇല്ലാതെ ഇങ്ങനെ ഇരിക്കാറില്ല. പിന്നെ അവൾ നേഴ്സറി പോയിരുന്ന സമയത്ത് അമ്മ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വന്ന് രാവിലെ അങ്ങനെ പോയതാണല്ലോ. കർട്ടനൊക്കെ ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു. പിന്നെ നമ്മളിവിടെ ഫിഷ് ടാങ്ക് ഉണ്ട്. അപ്പോൾ അതിന് ഫിഷിന് ഫുഡൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. ഏട്ടൻ ഫുഡ് കൊണ്ടുപോകുന്നില്ല, ഞാൻ കഴിച്ചിട്ട് വെക്കോളാം എന്ന് പറഞ്ഞ കാര്യം നേരത്തെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷേ ആൾ കഴിക്കാൻ മറന്നുപോയി. സത്യത്തിൽ ഞാൻ ചോദിക്കാനും മറന്നുപോയി കേട്ടോ. അങ്ങനെ ആൾ ഫുഡ് കഴിക്കാതെയാണെന്ന് പോയത്. പിന്നെ എന്നത്തെയും പോലെ കുക്കിങ്, ക്ലീനിങ്, വാഷിങ്. അപ്പോൾ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാണ്ട് നോക്കുമ്പോൾ മഴയൊക്കെ പെയ്യുന്നുണ്ട് പുറത്ത്. പിന്നെ ഇവക്കൂട്ടർ സ്കൂളിൽ നിന്ന് മെയിൽ വന്നിട്ടുണ്ട്. ഈ ഒരാഴ്ച അവർക്ക് 11:15 വരെ ക്ലാസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ പിക്ക് ചെയ്യാൻ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. മഴ പെയ്ത കാരണം ചെറുതായിട്ട് നിലത്തൊക്കെ വെള്ളമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവക്കുട്ടിയുടെ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ കയ്യിൽ വയ്ക്കേണ്ട കാർഡാണ്. ഞാൻ ചുമ്മാ എടുത്ത് കയ്യിൽ വെച്ചതേ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് ദിവസമായ കാരണം അവർക്ക് പേരെന്നെ അറിയണമെന്നില്ലല്ലോ. പിന്നെ ഇതാണ് കേട്ടോ നമ്മളുടെ
പാനൂർ റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ മുന്നിലാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്. ഇവിടെയാണ് നമ്മൾ അടയാളം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ബസ് ഇപ്പോൾ വരുന്നതനുസരിച്ച് ഞാൻ വേഗം ഇറങ്ങി വന്നതാണ് കേട്ടോ. നല്ല ട്രാഫിക് ഉണ്ട് തോന്നുന്നു. ബസ് ഒത്തിരി ലേറ്റായി. ഓരോ ബസ് പോകുമ്പോഴും ഇവക്കുട്ടിയുടെ ബസ്സാണോ എന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഇവക്കുട്ടിയുടെ ബസ് എത്തിയിട്ടുണ്ട്. ആൾ ഏത് കോളത്തിലാണ് വരുന്നതെന്ന് കാണാനായിട്ട് നിൽക്കുകയാണ്. ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ. ഇവക്കുട്ടിയാണ് ലാസ്റ്റ് വരുന്ന കുട്ടി. അതുപോലെ തന്നെ പോകുമ്പോഴും ലാസ്റ്റ് കയറുന്നത് ഇവക്കുട്ടിയാണ്. ഇപ്പോൾ എത്താനായിട്ട് ലേറ്റ് ആവും, പോകുമ്പോൾ ആൾക്ക് ലേറ്റായിട്ട് പോയാൽ മതി. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഇവക്കുട്ടി ഇങ്ങനെയൊക്കെ വരുന്നത്. നഴ്സറി പോയിട്ട് എന്നും സങ്കടപ്പെട്ടിട്ട് വരാറട്ടോ. പിന്നെ ഫസ്റ്റ് കുറച്ച് ദിവസം കരഞ്ഞിട്ട് വന്നെങ്കിലും പിന്നെ അങ്ങനെ റെഡിയായി വരുന്നുണ്ടായിരുന്നു. എന്നാലും ഭയങ്കര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആൾക്ക് പോകാനായിട്ട്. അവൾക്ക് പൊതുവേ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ കാണണം, കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ കരച്ചിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ബസ് കുറച്ച് നേരം ട്രാഫിക്കിൽ കിടന്നു. അപ്പോൾ ഞാൻ അമ്മയെ ചോദിക്കുന്നുണ്ടായിരുന്നു, വേറെ ആരും ഉണ്ടായിരുന്നില്ല, അതൊക്കെ പറഞ്ഞു തന്നിട്ട് എൻ്റെ അടുത്ത്. പിന്നെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയുകയാണ്. എന്നാലും ആൾ ഹാപ്പിയാണ്, ഇഷ്ടമായി എന്നൊക്കെയാണ് കേട്ടോ പറയണത്. ആൾ ഹാപ്പി കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനം. അല്ലെങ്കിൽ പിന്നെ നാളെ പോകാനായിട്ട് ഇതിലേറെ പണിയായിരിക്കും. അതുപോലെയൊന്നും അല്ല കേട്ടോ, ആൾ നല്ല ഫോമിലാണ്. ഇപ്പോൾ ബാഗിലെ ബുക്സൊക്കെ അവിടെ വാങ്ങിച്ച് വെച്ചപ്പോൾ ബാഗ് പൊന്തുന്നുണ്ട്. അപ്പോൾ ബാഗൊക്കെ ഇട്ടിട്ട് ഫുൾ ഷൈൻ ചെയ്യലാണ് കേട്ടോ. അങ്ങനെ ആൾ ബാഗ് ഞാൻ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇട്ടോളാം എന്നൊക്കെ കൊണ്ട് പോവുകയാണ് കേട്ടോ. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ സോക്സ് ഊരാനുള്ള മല്ലയുദ്ധമാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. കിടന്നിട്ട് ഇരുന്നിട്ടൊക്കെ ഊരാൻ നോക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് തന്നെ ഊരണം. അപ്പോൾ അത് ഒറ്റയ്ക്ക് ഊരിയെടുക്കുകയാണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഇന്ന് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് ഒരു സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവളുടെ ഹോമിൽ കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്ത് കിട്ടിയാലും കൊണ്ടുവയ്ക്കുന്ന സ്ഥലമാണത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമൊന്നുമില്ല, അത് ആളുടെ വീടാണ്. കൊണ്ടുപോയ ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചിട്ടില്ല. ഫ്രൂട്ട്സ് കഴിക്കണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പോൾ അത് വീട്ടിൽ വന്നിട്ട് ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. എന്തുണ്ടായി സ്കൂളിൽ? രാത്രിയാ തിന്നു കഴിഞ്ഞിട്ടാ പറഞ്ഞിരുന്നേ? അതെയാ? എമ്മിണ്ടാ കുറച്ച് പറയും ചെയ്തോ? എന്തായി സ്കൂളിൽ പോയിട്ട്? സർപ്രൈസ് കിട്ടിയോ? എന്തായിരുന്നു? സ്റ്റാറോ? ആ, പിന്നെന്തുണ്ടായി? റെഡ് സ്റ്റാറാ? ടീച്ചർ എന്താ പറഞ്ഞേ? ടീച്ചർ ഫ്രൂട്ട് നോട്ട്, പിന്നെന്താ? നോട്ട് ഈറ്റിംഗ് എന്നാ പറഞ്ഞേ? പാർക്കിൽ കയറ്റിയില്ലേ? ഇന്ന് പീയുള്ള ദിവസമല്ല, പിന്നൊക്കെ കൊണ്ടുപോകൂട്ടാ. പിന്നെന്തുണ്ട്? പിന്നെ ഒരു ദിവസം കൊണ്ടുപോകും. എന്നൊന്നും കളിക്കാൻ കൊണ്ടുപോകില്ല. ഇന്ന് നേരത്തെ വിട്ടില്ലേ സ്കൂള്? പിന്നെ ഫ്രണ്ട്സൊക്കെ ആയാ? എത്ര ഫ്രണ്ട്സ് ഉണ്ട്? അതെന്താ അറിയാത്ത? കൊറേ ഉണ്ടാ? കൈ നിറഞ്ഞ? ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? കുട്ടികൾ കൊറേ ഉണ്ടാ? ഒക്കെ ഗേളാ? ബോയ്സ് ഉണ്ടോ? അറിയല്ലേ? ഇല്ല, ഗേൾസ് മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടില്ലല്ലോ ഓൺലൈൻ ക്ലാസ്സിന് ബോയ്സിനെ. ഗേൾസ് സ്കൂളല്ലേ ഇങ്ങനെ ബോയ്സ് ഉണ്ടാവുക? പിന്നെ ബോയനെ കണ്ടായിരുന്നാ? ആ, പിന്നെ എന്തുണ്ടായി? കമ്മലിട്ട പോയില്ലേ? കളിപ്പണ്ണേ. അതെയാ? ഉറക്കം വന്നിട്ട് രാവിലെ നേരത്തെ നീറ്റോളൂ കേട്ടാ. രാത്രി വേഗം ഉറങ്ങിക്കോ. നാളെയും പോണോ? നീക്ക്. അപ്പോൾ എൻ്റെ ക്ഷീണാണ് കേട്ടോ. ഒരാൾ നല്ല ഉറക്കാണ്. കട്ടിലിൽ നിന്ന് എണീറ്റ് വന്നിട്ട് വീണ്ടും സോഫയിൽ വന്നിടുന്ന് ഉറങ്ങാട്ടാ. ഇവു ഹലോ ഡാ, ചായ കുടിക്കുക. വായു പാൽ കുടിക്കാം. എനിക്ക് ഇപ്പൊ നീറ്റതല്ലേ? എന്താണ്? ബിസ്ക്കറ്റ് വേണോ? വായു ബാബാ
ഉച്ചയ്ക്ക് ഫുഡും കഴിച്ച് കിടന്ന് ഉറങ്ങണതാണ് കേട്ടോ കുട്ടി. 6 മണിക്കാണ് നീറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളിട്ടൊരു ഷോർട്ട് വീഡിയോ 700K കടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ, ഒത്തിരി സന്തോഷം. പിന്നെ നമ്മൾ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.